അടിയോ? അത് സ്ട്രീറ്റ് പ്ലേ, നമ്മുടെ സൊസൈറ്റിക്ക് പറ്റുന്ന സ്ട്രീറ്റ് പ്ലേ അല്ല, അല്ലാതെ വേറെ ഒന്നുമില്ല. ആളെ കുറച്ച് സീനായിരുന്നു. ലവ്ലി മാഡം ആദ്യം അടുക്കുന്നുണ്ടായിരുന്നില്ല, ക്യാമ്പസിൽ കയറി അലമുണ്ടാക്കി. സോൾഡ് ഔട്ടായി ഒറ്റ കാരണം കൊണ്ടാണ് അവർ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇനി എന്തെങ്കിലും ഒരു ശബ്ദം മുങ്ങിയാൽ അവർ ഡെഫിനറ്റ്ലി ഫെസ്റ്റ് കോളോ. പിന്നെ ഇവന്മാര് പിരിക്കാൻ പറ്റും ഒറ്റ കടയിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല. എടാ തന്നെ കുട്ടനെ ഞാൻ എല്ലായിടത്തും കയറി പറഞ്ഞേക്കാം ചേട്ടാ. ബാഗേജിന് വോളണ്ടിയേഴ്സിന് ഏർപ്പാടാക്കി എങ്ങനെ അവൻ്റെ അവിടെയും പാർക്കിങ്ങിൻ്റെ അവിടെ ആളെ നിർത്തണം. എല്ലായിടത്തും ഒരു കണ്ണ് വേണം. അതുകൊണ്ട് വേറെ ഇന്ന് കള്ളുകൂടി പരിപാടിക്കുന്ന ആരും നിൽക്കാൻ നിൽക്കണ്ട. നെവർ ചേട്ടാ. അതുകൊണ്ട് ഞാൻ ഒരു പരിപാടി സെറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് പരിപാടി? മുട്ടത്തറന്ന് കുറച്ച് ടീംസിനെ ഇറക്കിയിട്ടുണ്ട്. ക്ലാഷ് മതി ഈ ക്രൈസിസ് ഞാൻ മാനേജ് ചെയ്യാം. ഇതൊക്കെയാണ്. നീ എന്തായാലും LED കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തു. വെറുതെ കാര്യം എന്തായി? ഒന്നും ഫൈനലായിട്ടില്ല. ഞാൻ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. ആ അതെ, ആരാത്? ഞാൻ മരൻ്റെ ഫാദറാണ്. ജോലി ആ അല്ല, വേറെ ഒന്നുമില്ല, കോളേജിൽ നിന്ന് വിളിച്ചിരുന്നു. അതിനെനിക്ക് ജോസഫ് കൂടെ വന്നാൽ കൊള്ളാം. അല്ല, വന്നാൽ കൊള്ളാമെന്നല്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് ചേട്ടന്? പിന്നെ ചേട്ടൻ പോ. പക്ഷെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉടായ്പുണ്ടാവും. പക്ഷെ ഇത് അതുപോലൊന്നുമല്ല. അകത്തും പുറത്തും ശരിക്കും നല്ലതിനായിട്ടുള്ളൊരു ഭാഗം. അമ്മ ഞങ്ങളെ വിട്ടുപോയി. ഓ എടോ സോറി, അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ? അതിൻ്റെ കാരണമൊന്നും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ചാച്ചി നല്ല ഡ്രിങ്കിങ് ഹാബിറ്റ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ലോജിക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അമ്മ അന്ന് സത്യം പറഞ്ഞ 11 വയസ്സുണ്ടായിരുന്ന ചേട്ടനാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. വീട്ടിൽ മൊത്തത്തിലൊരു ബാലൻസ് കൊണ്ടുവന്നു ചേട്ടൻ. വീട് ഹാപ്പിയായിരുന്നു. ചേട്ടൻ പോയതിന് ശേഷം ഒരു സുഖമില്ല. പെരുമേ എന്തായാലും ചിലപ്പോൾ വീണ്ടും ഓണമാവുമായിരിക്കും. എല്ലാം ശരിയാവുമായിരിക്കും. സ്വാതി പോലെ കരയാറില്ലല്ലേ? അപ്പോൾ ആൾ ഓക്കെ അല്ലേ? അടുത്ത പോലെ ഇപ്പോൾ മസിലൊന്നും ഇല്ലല്ലോ. വൈദ്യുതി നാളെ വിനീത് ശ്രീനിവാസൻ എപ്പോഴാണ് വരുന്നത്? വിനീതേട്ടൻ രാവിലെ 8 മണിയുടെ ഫ്ലൈറ്റ്. लड़की मैसेज कर रही है यार. യൂണിവേഴ്സൽ മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ ഇവിടെ ശ്രീമൂലം ക്ലബിൽ. എന്നാ നീ വാ, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എടേ നേരം കുറേ ആയല്ലേ? എവിടെ വിനീതേട്ടൻ്റെ ഫ്ലൈറ്റ് ഇതുവരെ വന്നില്ല. വിനീതേട്ടൻ ലാൻഡ് ചെയ്തു പറഞ്ഞ മെസ്സേജ് അയച്ചല്ലോ. അല്ല നിങ്ങളെവിടെ? ഓക്കെ ഓക്കെ കൺഫ്യൂഷൻ ആയല്ലോ. പുള്ളി എന്തിനാ അവിടെ പോയി ഇറങ്ങിയത്? ഇവിടെ അല്ലേ ഡൊമസ്റ്റിക്? എനിക്കങ്ങനെ അറിയാം. ഞാൻ ഇതുവരെ ഒരു ഫ്ലൈറ്റ് കണ്ടത് ഞാനത് വിളിക്കുന്നുണ്ട്. വിനീതേട്ടനെ ഓൾറെഡി പിക്ക് ചെയ്താണ്. കോളേജ് പ്രൊഫസേഴ്സ് ആയിരിക്കും അല്ലേ? അതെ കൂട്ടണ ക്ലച്ചും അണ്ണൻ സുഭാഷ് സാർ കാർബേറ്ററും വാൽവും. ഞങ്ങൾ ഓയിൽ ചേഞ്ച്. पता नहीं क्या करता है. ओ गाना चला सुनाई दे रहा हो, पीछे गाड़ी आ रही है. एक्सीडेंट हो रहा है. I was sort of fan of it. ഫാൻസ് വളർന്നിട്ടുണ്ട്, ചവിട്ടി വിട്ടു. अब तो भाग नहीं सकते हो. അതിവിടെ ഗോവിന്ദ ടൂറിസ്റ്റ് ഹോം. अब देख रहे पीछे. വണ്ടി
अरे पुलिस को फ़ोन कर दिया। ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ. ओ चाकू रख दिया करते हैं। പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചാണ്. കേരള പോലീസ്. എടോ താനൊക്കെ എന്താണ് വിചാരിച്ചത്? ഞങ്ങളങ്ങ് കിഡ്നാപ്പ് ചെയ്യാമെന്നോ? ഇവന്റെ കാര്യം പോട്ടെ. എന്റെ അവസാനത്തെ തോട്ടക്കേസ് ഉണ്ടാവുന്നത് ഒരു കല്യാണത്തിന് പപ്പടം കിട്ടാത്തതിന്റെ പേരിലാണ്. കിഡ്നാപ്പിംഗ് ആണ്, നല്ല സത്യമുള്ള കിഡ്നാപ്പിംഗ്. ബസിന്റെ കൺവീനറാ ഷാനിക്ക. ട്രക്ക് പോലെ ലെക്കില്ലാതെ വരികയാണ് ഞാൻ. റോട്ടിൽ നെഞ്ചും പിടിച്ചേക്കണം മണ്ടന്മാക്കളെ ആവില്ല നീ പറഞ്ഞോ. बैठे बैठे ഞാൻ കോളേജിലേക്ക് വരാടാ. अबे उसके भाई भी आ रहा है। किसी को देखने आ रहे हैं सभी लोग। ഇത് നോക്കി. बस हो रहा है ऐसे। പുള്ളി പരിചയപ്പെടാൻ വേണ്ടി ഒരാളെ ഫോൺ ചെയ്യാന്നൊക്കെ പറഞ്ഞ വലിയ ഇവിടെ വന്നു. ओ आगे पुलिस स्टेशन। വിനീത് ശ്രീനിവാസൻ ഞങ്ങളുടെ കോളേജിൽ പാടാൻ വരായിരിക്കും. അയാൾ തട്ടിക്കൊണ്ടുപോയി. ആര്? സത്യം, ഞാൻ നമ്പർ സൈബർ സെല്ലിൽ കൺഫേം ചെയ്ത്. അല്ല സാറേ, പക്ഷെ മാമലശ്ശേരിക്കാവില്ലേ? അല്ല, പുള്ളി വേറെ പരിപാടി. പുള്ളി അങ്ങനത്തെ ആളല്ല. अच्छा वहाँ गवारा से। ശരിക്കും വിനീത് ശ്രീനിവാസൻ അയാൾ തട്ടിക്കൊണ്ടുപോയി. നോക്കട്ടെ. अबे उसे किडनैप करेगा। സാർ, ഞാൻ സാറ് നേരത്തെ പോയല്ലേ? ഞാൻ ഓക്കെയാണ്. സാറ് മാമലശ്ശേരി കാവിൽ ഇന്ന് പാടുന്നുണ്ടല്ലേ? ഇല്ല ഇല്ല, കോളേജിൽ പാടുന്നില്ല. സാറേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? പേഴ്സണൽ ആയിട്ടൊരു സ്ഥലത്തുള്ള उनके घर पे वो बहन। ആദ്യത്തെ റിംഗ് കോൾ എടുക്കുന്ന ആളെങ്ങനെയാ കിഡ്നാപ്പ് ആകുന്നത്? ഓരോ നമ്പരുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. बहुत तेज है किडनैपर भी। മാനേജർ ഒന്ന് വിളിച്ചോ. ചുമ്മാ ന്യൂട്രൽ ആയിട്ടാണ് അന്വേഷിച്ചത്. अच्छा आप कर रहे हैं, कोशिश कर रहे हैं। മനസ്സിലായ ഭീം ബിലാസി. നിന്നെ ഞാൻ പ്രതീക്ഷയല്ല, നീ വെറും ബോണസ്. നിനക്കെന്നോ ഞാൻ ഒരു പാട്ട് പാടി. കുഞ്ചി കരയല്ലേ മിഴികൾ നിറയുമ്പോഴും എന്ന് പാടാൻ ശ്രുതി പിടിച്ച് ഞാൻ കൈ മുന്നോട്ട് വെച്ചപ്പോ നീ എന്തിനു പറഞ്ഞു? മോളി കൂടെ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് കളയറല്ലേ വോട്ട്. എടാ 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 ഒരു പരിപാടി നടത്താൻ പോവുകയാണ്. അവിടെ ഞാൻ ഇപ്പൊ പാടിയ പാട്ട് ഇങ്ങനെ എന്റെ കൂടെ സ്റ്റേജിൽ പാടും. ओ ऐसे कर रहा हूँ बात। അത് കഴിഞ്ഞ് രാത്രി നിന്നെയൊക്കെ തിരിച്ച് इससे दुश्मनी ബസ് उसकी। സ്റ്റാൻഡിലാണ്. കണ്ടാ നല്ല ചീഞ്ഞ കോമഡിക്ക് ഞാൻ നിങ്ങളോട് സോറി പറയാം. Why you saying sorry? It's a good comedy. നീ എവിടെ പറയുന്നില്ല അവിടെ. ഈ നാട്ടിൽ വന്ന് എന്റെ കൂടെ പോവാൻ നേരത്തെ 4 ടിന്റെ പ്രസാദം തന്നുവിടും. അതും മര്യാദയ്ക്കാണെങ്കിൽ. Oh my God. ശരിയാണ്. അണ്ണനെ കാട്ടി കാശിന്റെ ക്വാണ്ടം 338 കൺസോള്, कुछ पल्ले नहीं पड़ रहा। PA സിസ്റ്റം. ശ്രീനിവാസന്റെ മോൻ ആ ഇന്റർവ്യൂ കൊടുക്കുന്ന പയ്യനാണോ? ശരി, അതൊക്കെ പോട്ടെ. ഒരു ഫീഡ്ബാക്ക് എങ്കിലും കിട്ടും. അല്ല, ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഒരു സ്പീക്കറാണ്. നമ്മൾ പാടുന്നത് നമ്മൾ കേൾക്കണ്ടേ? പാടാൻ പറ്റുള്ളൂ. ഫീഡ്ബാക്ക് പോലും അറിയാത്ത താനൊക്കെ എവിടത്തെ സിംഗറാണോ? അതറിഞ്ഞാലേ പാട്ടാണോ? പേടിച്ച് എടാ നമ്മൾ നിൽക്കണ്ട. चाकू ना ला देके उठा के വീണെന്തോ. ഇപ്പൊ സമയം 11 മണി. ഒരു 2 മണി ആകുമ്പോഴേക്ക് നിങ്ങൾ പറയുന്ന 8 മണിക്ക് ഗാനമേള. അയ്യോ 8 മണി അത് മാറൂല. 8 മണി ओ പറ്റുമോ? बहन। ഒരു കോളേജിൽ ഒരു കോൺസെർട്ട് ഉണ്ട് ഇവിടെ അടുത്ത്. ഈ ഇഷ്യൂലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ വിടുന്ന നിമിഷം നിങ്ങൾ പോലീസ് നോക്കും. ഞാൻ സെറ്റ് ചെയ്ത പാട്ടെങ്ങാനും പാടാതെ ഉരുട്ടുബുദ്ധി കാണിച്ച സ്കൂട്ടാവാൻ
എന്തോ കളേ ഓർത്ത് വെച്ചോ ഓ